15 മിനിറ്റ് കൊണ്ട് ഒരു ചിക്കൻ പുലാവ് ഉണ്ടാക്കിയാലോ? ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ചേർന്നിട്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു പുലാവ്, നല്ല കളർഫുൾ പുലാവ് എങ്ങനെയാണെന്നല്ലേ? അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അത് ചിക്കൻ പുലാവാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിക്സ് പുലാവ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പം ആദ്യം നമ്മുടെ വെജി സെക്ഷൻസ് പറയാം. അപ്പം ഇത് ഒരു കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട്, അത് ഞാൻ ചോപ്പ് ചെയ്തിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു അര ക്യാപ്സിക്കം, കുഞ്ഞൊരു ക്യാപ്സിക്കത്തിൻ്റെ അര ഭാഗം എടുത്തിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് ഇത് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ചേർക്കാം. അപ്പോൾ ഞാൻ ഫ്രോസൺ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് ഇതൊരു അര കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊത്തമല്ലി അരിഞ്ഞത്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അപ്പോൾ നമ്മുടെ പുലാവിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താ? അപ്പോൾ ചിക്കൻ പുലാവല്ലേ? അപ്പം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ചിക്കൻ ബ്രസ്റ്റ് ആണ്. അത് ആക്ച്വലി ഇത് ഗ്രിൽ ചിക്കനിലത്തെ ചിക്കൻ ബ്രസ്റ്റ് ആണ്. അപ്പോൾ ഗ്രിൽ ചിക്കൻ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രിൽ ചിക്കൻ്റെ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ അതിൻ്റെ മാംസം മാത്രം ഇങ്ങനെ ചീക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നല്ല സ്പൈസി ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ റെഡിഷ് കളറ്. പക്ഷേ എനിക്കതിനകത്ത് കുറച്ച് കുരുമുളകിൻ്റെ ഫ്ലേവർ വേണ്ടിയതുകൊണ്ട് ഞാൻ അതിനെ ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ട് ഒന്ന് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി, ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ഇളക്കിയെടുത്തു. അപ്പോൾ അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിപ്പോൾ ഒരു 1/4 ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു കോഴിയുടെ ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പം നമ്മൾ സാധാരണ ഈ പുലാവ് അതുമാതിരി ഏത് മസാല റൈസ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഈ ക്ലോവ്സ് അതുമാതിരി ഏലക്കായ ഒക്കെ നമ്മൾ മുഴുവനോടെയല്ലേ ചേർക്കുക. അതൊന്ന് ചതച്ച് ചേർത്ത് നോക്കും, ഭയങ്കര ഫ്ലേവറാണ്. അപ്പം ഇതിനകത്ത് ഇത് ഈസി കുക്കിങ്ങും ആണല്ലോ, പെട്ടെന്ന് യോജിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിൽ നല്ല ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചതച്ച് വെച്ചേക്കുന്നതാണ്. അപ്പം ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലൊരു 5 ഗ്രാമ്പൂ ഉണ്ട്, 4 ഏലക്കായ ഉണ്ട്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമുണ്ട്. ഇതൊക്കെ കൂടി ഞാനൊന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതൊരു 1/4 കഷ്ണം ഇഞ്ചി, ഒരു 1/4 ഇഞ്ച് വലിപ്പമുള്ളൊരു ഇഞ്ചി ഞാനിങ്ങനെ കൊത്തിരിഞ്ഞ് വെച്ചേക്കാണ്. ഇതും ചതച്ച് ചേർക്കുക കേട്ടോ. ഞാൻ അതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാ അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ അരിയുടെ ഒരു അളവ് പറയുകയാണെങ്കിൽ ഇതൊരു 2.5 കപ്പ് വേവിച്ച ചോറുണ്ട്. മനസ്സിലായോ? അപ്പം ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വേണ്ടത് നെയ്യ്. ഞാൻ ചെയ്യുന്നത് ബട്ടറിലല്ല, ഞാൻ നെയ്യിലാണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ ഉപ്പ്. അപ്പം നമ്മുടെ ബേ ലീഫും കൂടി ഉണ്ട്. അപ്പോൾ ബേ ലീഫ് 2 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബേ ലീഫ് വേണമെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് പിച്ചിടാം, ഇല്ലെങ്കിൽ മുഴുവനായിട്ട് ചേർക്കാം. അപ്പം നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പം ഞാനിവിടെ കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഓൾറെഡി എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള കടായിയാണ്. അപ്പം അതൊന്നും ഫ്ലേവർ കളയരുതല്ലോ. അപ്പം ഞാൻ ഇതിലോട്ട് ഒരു 3/4 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർക്കുക. ബട്ടറിൽ ചെയ്യുമ്പോൾ നല്ലതാണ്, ബട്ടറിലും ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് നെയ്യിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം, ഇത് ഓൾറെഡി ഇപ്പോൾ ചൂടായി, ഈ സമയത്ത് നമ്മുടെ ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ക്ലോവ്സും അതുമാതിരി കാടമും ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് ഇളക്കുക. ഇതിൻ്റെ ഒപ്പം ഇഞ്ചി ചേർക്കുക. അപ്പോൾ ഫ്ലെയിം ഇരിക്കുന്നത് മീഡിയത്തിലാണ് കേട്ടോ, തീ കൂട്ടാണ്ട് ചെയ്യാം. ഇതൊന്ന് ഇളക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഉള്ളിയിടുക, നന്നായിട്ട് ഇളക്കുക. അതിനൊപ്പം ക്യാപ്സിക്കം ഇടുക. അധികം ഞാൻ വേവിക്കുന്നില്ലേ, ക്യാപ്സിക്കം കുറച്ച് കടിക്കാൻ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും ഒന്നിച്ചിടുകയാണ്. ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഞാൻ വെജീസിലേക്ക് ഉള്ള ഉപ്പും കൂടെ കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഉള്ളിയും അതുമാതിരി ക്യാപ്സിക്കവും ഇങ്ങനെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടുള്ളൂ, ഒന്ന് തളർന്ന് പോവാന്ന് പറയില്ലേ, അതുമാതിരി ആയിട്ടുള്ളൂ. ആ സമയത്ത് നമ്മുടെ വെജിറ്റബിൾസ് ചേർക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രോസണേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ ഫ്രോസൺ ചേർക്കുകയാണ്. ഇത് ഭയങ്കര മണമാണ് കേട്ടോ, അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ശരിക്കും ഗരം മസാല പേഴ്സണലി ഞാൻ പറയൂല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീണ്ടും ലാസ്റ്റ് ചേർക്കാം. അപ്പം ഇതുമാതിരി തന്നെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഒന്ന് വഴറ്റട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും ജസ്റ്റ് 1 മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ട്. ചിക്കൻ ചേർക്കുക.
ചിക്കനൊക്കെ ഓൾറെഡി കുക്ക്ഡാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതിനകത്ത് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നെയ്യിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ ഏതിലാണ് റൈസും ഇതൊക്കെ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതേ എണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എണ്ണയിൽ ചെയ്യുക. ചിക്കൻ അങ്ങനെ ഇളക്കിയെടുക്കുക. കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബട്ടറിൽ ഇതും ചെയ്തിട്ട് പിന്നെ നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ നെയ്യിൽ ചെയ്യരുത്. അതൊരു ഓക്വേർഡ് ടേസ്റ്റ് തരും. അപ്പം ബട്ടർ ഫുള്ള് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഫുള്ള് ബട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഇളക്കി പിന്നെ മുട്ട ഇതും നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിനിടയ്ക്കൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ ഇട്ടിട്ടുള്ള ഉപ്പ് ഒരുവിധം കറക്റ്റാന്ന് തോന്നുന്നു. കാര്യം ചിക്കനിൽ ഓൾറെഡി ഒരു ഇച്ചിരി ഉപ്പുണ്ട്. ഞാൻ നോക്കട്ടെ. ഒരു തരി ഉപ്പും കൂടെ വേണം. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് 2 മിനിറ്റ് ഞാനിങ്ങനെ ഇളക്കിയിട്ടുണ്ട്. നമ്മുടെ ചോറ് ചേർക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള ചോറ്. ഞാൻ ഇങ്ങനെ ചുറ്റിക്കുന്നുള്ളൂ കണ്ടോ. കാര്യം ചോറ് പൊട്ടാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞല്ലോ മീഡിയത്തിലാണ് ഇരിക്കണേ. എനിക്ക് ഫ്രൈഡ് റൈസ് പോലെ തന്നെ ഈ വൈറ്റ് കളറിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. അപ്പം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്തുകൊള്ളാം കേട്ടോ. കുത്തി ഇളക്കരുത്, പതുക്കെ ഇളക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു തന്നിട്ടുള്ളൊരു ടിപ്പാണ്. ആൾ 2 ഫോർക്ക് വെച്ചിട്ടാണ് ഇളക്കുക. 2 ഫോർക്ക് വെച്ചിട്ട് 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഈ വുഡൻ ഈ ഇതുപോലെ ഫോർക്കിൻ്റെ ഷേപ്പിൽ കിട്ടൂലേ, കുറച്ച് വലുത്. അതിൻ്റെ പേര് എനിക്കറിയില്ല, പൊട്ടത്തരാണെങ്കിൽ ക്ഷമിക്കുക. അത് വെച്ചിട്ട് 2 സൈഡിൽ നിന്നും ആൾ ഇളക്കും. അപ്പോൾ തീരെ അരി പൊട്ടൂല. ഇനി ഇത് ഇങ്ങനെ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഞാനൊന്ന് മൂടിയിടുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം. വാവ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അധികം ഇളക്കുന്നുണ്ട്. അപ്പോൾ അതേ കണ്ടോ, ഒരു ചോറിനൊരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നില്ലേ. ഈ എണ്ണ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടിയിട്ട് ഇളക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കി ഇളക്കാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ വേ ഓഫ് കുക്കിംഗ് ഇങ്ങനെയാണ്. പലർക്കും പല ഒരു ടൈപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർക്കാം. അപ്പം ഞാൻ ഇടുന്നുണ്ട്. കാര്യം ഓൾറെഡി ഗ്രിൽ ചിക്കനിലൊക്കെ കുരുമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ട് ചെറിയ എരിവുണ്ട്. പക്ഷെ എങ്കിലും ഞാനൊരു ഇച്ചിരി കുരുമുളക് പൊടി ഇതിനകത്ത് ഇടുന്നുണ്ട്. തീ ഓഫ് ചെയ്യുക. ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ്, എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, തീ ഓഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് തൊട്ട് മുന്നാണ് ഞാൻ കുരുമുളക് ഇടുക. എനിക്ക് ആ ഫ്ലേവർ പോകുന്നത് ഇഷ്ടമല്ല. ഒപ്പം നമ്മുടെ മല്ലിയില ഇടുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ എന്താ പറയുക, മിക്സ് വെജ് പുലാവ്. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കാം. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര മണമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടോ എൻ്റെ സ്പെഷ്യൽ ചിക്കൻ പുലാവ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കോൺട്രാസ്റ്റിന് പച്ചയുണ്ട്, അതുമാതിരി നമ്മുടെ ക്യാരറ്റ് ഉണ്ട്. അതിൻ്റെ ചെറുത് വന്നിട്ടുണ്ട്. അവൾക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ കുഴച്ച് ഇങ്ങനെ അല്ലെങ്കിൽ അടിച്ച് കൊടുക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. 15 മിനിറ്റ് മതി നമുക്കിത് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദിവസം എൻ്റെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഉണ്ട് കേട്ടോ. ഇതുമാതിരി തന്നെയാണ്, വളരെ ഈസിയാണ്. ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും ഒരു എപ്പിസോഡിൽ. അപ്പം പുലാവ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം പറഞ്ഞ ടിപ്പ് ഓർമ്മയുണ്ടല്ലോ, സ്പൈസസ് ഒക്കെ ഒന്ന് ചതച്ച് ചേർക്കുക. അപ്പം ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇൻഫ്യൂസ് ആവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കമൻസൊക്കെ ഒന്ന് എഴുതുക കേട്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുമാതിരി തന്നെ മെയിൻ കാര്യം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.